കൊണ്ട് പഠിപ്പിക്കാൻ നേരല്ല. ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾ പണ്ഡിതന്മാരിൽ കേട്ടിട്ടുണ്ടാകും. എന്താണ് മുജാഹിദുകൾക്ക് ഔലിയാക്കന്മാരെ കുറിച്ചുള്ള വിശ്വാസം? എന്നാൽ ഇവരെ വിശ്വാസം എന്താണ് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവരെ ഔലിയാക്കന്മാര് സലാം പറഞ്ഞാ പോ കഴുതേനാ പറയാറ്. ഞാൻ പറഞ്ഞിരുന്നു, പോ കഴുതേന് സലാം അടക്കുന്ന ആൾക്കാരാണ്. സുന്ദരികളെ അടുത്തും വലത്തും ചുംബിക്കുന്ന ആൾക്കാരാണ്. ബർദാൻ തങ്ങളെ പറ്റി മധു പറഞ്ഞത് ആരെ കണ്ടാലും പട്ടി പട്ടി എന്ന് വിളിക്കലുണ്ട്. വേങ്ങര കോയപ്പാപ്പാടെ കറാമത്ത് മഴയ്ക്ക് വേണ്ടി ആൾക്കാർ ആവശ്യപ്പെട്ടപ്പോ റസൂലുള്ളാഹിയുടെ സുന്നത്ത് എന്താണ്? എഴുന്നേറ്റ് നിന്ന് കയ്യങ്ങ് പൊക്കി ദുആ ചെയ്യലാണ്. അപ്പൊ മഴ വരലാണ്. ഇയാളോ എഴുന്നേറ്റ് നിന്ന് തുണിയങ്ങ് പൊക്കിയിട്ട് നിന്നങ്ങ് മൂത്രയിച്ചിട്ട് തകർപ്പൻ മഴ പെയ്യിച്ചു എന്നാണ്. ഇങ്ങനെ ഓരോന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോ മൂപ്പര് പറയണെന്ത്, അതേപോലെ അൽ ഇൻസാനുൽ കാമിലുള്ള ഒരു പുസ്തകം എടുത്ത് ഉദ്ധരിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് എന്തിനെ ആരാധിച്ചാലും അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. നക്ഷത്രത്തെ ആരാധിച്ചാലും സൂര്യനെ ആരാധിച്ചാലും കല്ലിനെ ആരാധിച്ചാലും വിഗ്രഹത്തെ ആരാധിച്ചാലും എന്തിനെ ആരാധിച്ചാലും അതൊക്കെ അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. കാരണം ഇവിടെയുള്ളതൊക്കെ അള്ളയാണ് എന്ന് ഇൻസാനുൽ കാമിലിലെ ഉദ്ധരണി എടുത്തുകൊണ്ടും ഞാൻ വായിച്ചിരുന്നു. ഇവരുടെ ഔലിയാക്കന്മാരിലുള്ള വിശ്വാസം മനസ്സിലാക്കാൻ ഇതൊക്കെ പറഞ്ഞപ്പോ മൂപ്പരിക്കൊന്നും പറയല്ല. അപ്പൊ അവസാനം മൂപ്പർ എന്താ പറഞ്ഞറിയോ? കേവി ഞങ്ങൾ ആരും അല്ലേ. ഇത്തിരി അപ്പുറത്ത് മാഹിയിൽ പെരിങ്ങാടി പോയിട്ട് പറഞ്ഞ് കേവിക്ക് മാനസിക രോഗാണ്. മാനസിക രോഗാത്രപ്പ കേവിക്ക് മൂപ്പരിക്ക്. നമ്മളെ പ്രവർത്തകന്മാര് കേവിനെ വിളിച്ച്, നമ്മളൊക്കെ മൊബൈലിൽ മൂപ്പര് നമ്പറുണ്ട്. കേവി മുഹമ്മദ് മുസ്ലിയാരെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് മാനസിക രോഗം വല്ലതും ഉണ്ട് എന്നൊക്കെ പറയുന്നത് ആരാ അങ്ങനെ പറഞ്ഞു? കുട്ടികളെ ആരാ അങ്ങനെ പറഞ്ഞ്? ഇപ്പൊ തൽക്കാലം കുഴപ്പമൊന്നുമില്ല, അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തട്ടെ എന്നൊക്കെ പറഞ്ഞു മൂപ്പര് തായിരുന്നു. അതുപോലെ ഞങ്ങൾ പിന്നെ ബരേട്ട് എന്തോ കേസിലുണ്ട് എന്നൊക്കെ പറയും. ഞാൻ ബരേട്ട് ഒരു കേസുമില്ല, ഞാനും അവരൊക്കെ ഒരു ആശയക്കാരൻ തന്നെയാണ് മൂപ്പര് പറഞ്ഞത്. നിങ്ങൾ വിളിച്ചു നോക്കി മൂപ്പരെന്താ പറയണത്? എന്നിട്ട് മൂപ്പരാണ് കേവിക്ക് മാനസിക രോഗമാണ്, മുഹമ്മദ് മുസ്ലിയാർക്ക് പന്താവൂരിന് മാനസിക രോഗമാണ്. അല്ലെങ്കിലും കൂട്ടരെ മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തിയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോകുള്ളൂ. ഒരു ആവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവനൊക്കെ അപ്പുറത്താ. ഇതല്ലെങ്കിൽ ആർക്കാ തിരിയാത്തത്? എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നാൾക്ക് ഫുള്ള് ലൂസാ. എന്നിട്ട് മൂപ്പര് വന്നിട്ട് പറയണത് ഞങ്ങൾ അംഗീകരിക്കൂലേ, കേവിയുടെ ബുക്ക് ഞങ്ങൾ അംഗീകരിക്കൂല. ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് വായിച്ച് കേൾപ്പിച്ചു തന്നില്ലേ? എന്ത്? ഒരു ഔലിയനോട് സലാം പറഞ്ഞപ്പോ അയാൾ എന്താ മടക്കിയത്? പോ കഴുതേ, നിന്റെ സലാം കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ ബുദ്ധൂസേ എന്ന് മറുപടി പറഞ്ഞില്ലേ? നിങ്ങൾ അംഗീകരിക്കൂലേ? നിങ്ങളെ പുറത്ത് വെച്ചിട്ടു ഞങ്ങൾ. ഇതാണ് ആ സാധനം. ഖസസുൽ ഔലിയാ, ഖസസുൽ ഔലിയാ എന്ന KVM പന്താവൂരിന്റെ ഈ പുസ്തകം, ഈ പുസ്തകത്തിന് മദ്ഹ് പറഞ്ഞത് ആരാ? പേരോടെ ഈ പുസ്തകത്തിന് മദ്ഹ് പറഞ്ഞത് ആരാ? നിങ്ങളുടെ സുന്നി വോയിസ് വാരികയാണ്. നിങ്ങളുടെ സുന്നി വോയിസ് വാരികയിൽ ഖസസുൽ ഔലിയ എന്ന ഈ പുസ്തകം KVM പന്താവൂര് വിവർത്തനം ചെയ്തതിന്റെ പേരിൽ അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് 6ാമത്തെ പേജിൽ നിങ്ങൾ എഴുതിയിട്ടില്ലേ? തീർന്നില്ല. ആധുനിക സമൂഹത്തിൽ ഖസസുൽ ഔലിയ പോലെയുള്ള ഒരു കൃതിയുടെ പ്രസക്തി എത്രമാത്രമാണെന്ന് വ്യക്തമാണെന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഈ പുസ്തകം സത്യവിശ്വാസികൾ മാത്രമല്ല അമുസ്ലിമീങ്ങളും നാമധാരികളും എല്ലാവരും നിരീശ്വരവാദി അടക്കം വായിക്കണം എന്ന് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ലേ? എന്നിട്ട് അവസാനം നിങ്ങൾ എന്താ വസിയത്ത് കൊടുത്തത്? വായിക്കുക, ചിന്തിക്കുക, മനസ്സിലാക്കുക, വീണ്ടും ചിന്തിക്കുക, വായിച്ചതിന്റെ പുതിയ തലങ്ങളും വ്യാപ്തിയും മാനങ്ങളും സ്വയം കണ്ടെത്തുക. സത്യം യവനികകൾക്കപ്പുറത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ഞങ്ങളുടെ അൽമനാറിലല്ല, മറ്റേതെങ്കിലും പ്രസിദ്ധീകരണത്തിലല്ല, പേരോടെ നിങ്ങളുടെ സുന്നി വോയിസിലാണ് ഈ കള്ളക്കഥയുള്ള ഖസസുൽ ഔലിയക്ക് മദ്ഹ് പറഞ്ഞത്. നിഷേധിക്കാനാകുമോ? സുന്നി വോയിസിലുള്ളവർക്ക് മുഴുവൻ മാനസിക രോഗമാണെന്നല്ലേ നിങ്ങൾ ഇപ്പൊ സമ്മതിച്ചത്? അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ എല്ലാ സോക്കേടുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അങ്ങനെ നല്ല ബുദ്ധി അല്ലാഹു നിങ്ങൾക്ക് തരുമാറാകട്ടെ. മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് നിഷേധിച്ചു പോയിട്ട് നാവിന്ന് വെള്ളം ഉണങ്ങിയിട്ടില്ലല്ലോ, അപ്പോഴേക്ക് നിങ്ങളുടെ മാസികയിൽ പിന്നെയും വന്നില്ല ഇയാളെ മദ്ഹ്. മാനസിക രോഗിയുടെ പുസ്തകത്തിന്റെ മദ്ഹ് ഈ ലക്കത്തിലും വന്നില്ലേ? 2006 ഫെബ്രുവരി ലക്കം സെൻസിംഗ് ആണ് എന്റെ കയ്യിലുള്ളത്. ഇതിന്റെ 31ാമത്തെ പേജിൽ കാണാം അവാരിഫുൽ മആരിഫ് എന്ന ഒരു പുസ്തകത്തിന്റെ പരസ്യം. ഈ പുസ്തകത്തിന്റെ പരസ്യം നിർവഹിച്ച ആളെ പറ്റി പറയുന്നുണ്ട്. മൂലഗ്രന്ഥത്തിന്റെ ആശയം ഒപ്പിയെടുക്കാൻ പരിഭാഷകന് കഴിഞ്ഞെന്ന് ആമുഖത്തിൽ PMK ഫൈസി ആരിഫുകളുടെ തത്വശാസ്ത്ര
തത്വശാസ്ത്രം വിവർത്തനം KVM പന്താവൂര്, വില 150 എന്ന് പറഞ്ഞിട്ട് പുസ്തകത്തെ പറ്റി നിങ്ങൾ മദ്ഹ് എഴുതിയിട്ടില്ലേ? ഈ പെരിങ്ങാടിയിൽ നിങ്ങൾ പറഞ്ഞില്ലേ മാനസിക രോഗിയാണെന്ന്? ആ മാനസിക രോഗിയുടെ പുസ്തകത്തിനല്ലേ നിങ്ങളുടെ മാനസിക രോഗിയുടെ വക്കീലായ മാസികയിൽ പരസ്യം കൊടുത്തത് പേരോടെ? എന്നിട്ട് നിങ്ങൾക്ക് അരുതാത്തത് എന്ത് പറഞ്ഞാലും നിങ്ങൾ തള്ളുന്നത് കൊണ്ട് രക്ഷയില്ല. നിങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടാൻ തന്നെയാണ് തീരുമാനം. ഇനി നിങ്ങൾ കേൾക്കൂ, മൂപ്പര് നമുക്ക് പറഞ്ഞു തരണമെന്ന്.